നമ്മൾ ഗുരുവായൂർക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും അല്ലേ നമ്മളിങ്ങനെ കാറിൽ ഇത്ര ഇങ്ങനെ രാത്രി പോകുന്നല്ലേ. ട്രെയിനിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഒരുങ്ങിയൊക്കെ ഇങ്ങനെ ഒരുങ്ങി ഞാൻ ആദ്യമായിരിക്കും അല്ലേ, ആദ്യമായിട്ടായിരിക്കും ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കും നമ്മൾ ദൈവത്തെ കാണാനല്ലേ പോകുന്നത്. അപ്പം എനിക്കെന്താ അങ്ങനെ ഒരുങ്ങാനൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ കുറേ ആൾക്കാരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ പുതിയാവും. നല്ല കമ്മലും നല്ല സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോയി തൊഴിൽ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഞാനും ഒന്ന് ഒരുങ്ങി കെട്ടിയൊക്കെ പോവാന്ന്. എനിക്കിന്ന് ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡാണ്. അവിടെ ചെന്നിട്ട് നിർമ്മാല്യം കൂടെ തൊഴാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഒരു ഫസ്റ്റ് വ്ളോഗാണ്. ഞങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് വ്ളോഗുമായിട്ട് ഉണ്ടാവുന്നതായിരിക്കും അല്ലേ. എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് പോകുന്നതിനൊരു കാരണം കൂടി ഉണ്ട്. പറ, എന്താണ് കാരണം? കൃഷ്ണനെ കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒപ്പം ഒരാളും കൂടി ഉണ്ട് ഇപ്പോ. പക്ഷെ ആള് നമ്മുടെ കൂട്ടത്തിലോട്ട് പുറത്തേക്ക് വരാൻ സമയമായിട്ടില്ല. ആളെ ഞാനിങ്ങനെ വയറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ വരെ പോവാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകും, പാലക്കാട്. അപ്പോൾ വ്ളോഗ് തുടങ്ങാനുള്ള മെയിൻ റീസൺ ഇതൊക്കെ തന്നെ അല്ലേ. കുറേ ടൈം ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മളോടൊപ്പം നിങ്ങളും ഉണ്ടാവും, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഗുരുവായൂർ വെച്ചിട്ട് കാണാം. നമുക്കറിയാലോ ഈ ഒരു ടൈം പീരീഡിൽ നല്ല വിശപ്പായിരിക്കും. പാതിരാത്രി വെളുപ്പം കാലമൊന്നുമില്ല. ഞാൻ ഗുരുവായൂർ പോകുന്ന പ്രമാണിച്ചിട്ട് എന്തൊക്കെ എടുത്തേക്കെന്ന് അറിയും. കട്ടൻ ചായ നിങ്ങൾക്ക് ഞാൻ ബാക്കി കാണിച്ചു തരാം. പേരക്കയാണ്. എന്തായാലും വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കാൻ പോവാ. വേണോ പേരക്ക? വേണം. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഓറഞ്ചൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് ഇനി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പേരയ്ക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ പ്രഗ്നൻസി ടൈമിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ വിശക്കുമ്പോൾ കഴിക്കാം. അത് നല്ല ഫ്ലഷ് ഉള്ള പേരയ്ക്ക കഴിക്കണം. ആപ്പിൾ നല്ലതാണ്. എനിക്ക് ആപ്പിളിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇപ്പോൾ പേരയ്ക്ക. പക്ഷെ എനിക്ക് നേരത്തെ ഇഷ്ടം ആപ്പിളായിരുന്നു. ഇപ്പൊ ഒക്കെ റിവേഴ്സായി. ഇപ്പൊ എനിക്ക് പേരയ്ക്കയാണ് ഇഷ്ടം. കൊള്ളാം, ഒന്ന് വിശപ്പെടുക്കാൻ പറ്റും. എനിക്ക് രാവിലെ മസാല ദോശ വാങ്ങിച്ചേ. അതോ ഇടിയപ്പവും ഗ്രീൻ പീസും വേണോ? അത് ഇടിയപ്പം ഗ്രീൻ പീസും ആയിക്കോട്ടെ. ഓരോ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. പ്രഗ്നൻസി ക്രൈവിങ്സ് നിങ്ങൾക്ക് എന്തിനോടാണെന്ന് കമന്റ് ചെയ്യോ. എനിക്കിപ്പോൾ പേരയ്ക്കോടാണ്. നമ്മൾ വെളുപ്പിന് 5:30 ആയപ്പോൾ എത്തിയതാണ്. പക്ഷെ നിർമ്മാല്യം കാണാൻ പറ്റിയില്ല. അകത്ത് കയറി നമ്മൾ തൊഴുതു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സമയം 10:30 ആയി. നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു. പാൽപ്പായസം കിട്ടിയതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസം. ഹലോ, വി ആർ ബാക്ക് ടു എങ്ങോട്ടാ? പട്ടാമ്പി. നല്ല റംബൂട്ടാൻ ഇരിക്കുന്നു. അവിടെ ഇരിക്കട്ടല്ലേ. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം അതേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അംബാസഡർ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മളോട് 5:30 എത്തിയതാ. അകത്ത് കയറി കണ്ടപ്പോഴത്തേക്കും 8:45. എന്താണ് ഇവിടുത്തെ ഡിലേ എന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. എന്തായാലും ആ ഡിലേ കുറച്ച് ഷോക്കായിരുന്നു. നല്ലോണം വിശന്നു. എന്തായാലും ഗുരുവായൂരപ്പനെ കാണാൻ പറ്റി, അതാണ് സന്തോഷം അല്ലേ. നന്നായിട്ട് കാണാൻ പറ്റി. അകത്ത് കയറി കഴിഞ്ഞാൽ അവർ വേഗം പോകുന്നൊക്കെ പറയും. നമ്മളൊരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് തന്നെ ഒരു ഇത് കിട്ടാത്ത പോലെ തോന്നും. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് ഇറങ്ങാവൂ, അതാണ് നമ്മുടെ വാശി. അങ്ങനെ നമ്മളിറങ്ങി അമ്പീസാമ്പിന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോഴേക്കും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. വിശപ്പിന് കൂടുതലുണ്ട്, വീഡിയോ എടുക്കുന്നതിന് മറന്നുപോയി. പിന്നെ ഓറഞ്ച് കൂടെ കഴിക്കും.